അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമും കാമിലായ ഈമാനും അമലും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഈ ഗ്രന്ഥത്തിൻ്റെയൊക്കെ വലിയ വലിയ മഹാന്മാരായ മശായിഖന്മാരോട് കൂടെ അല്ലാഹു നമ്മുടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എന്താണോ കൽപ്പിക്കുന്നത് അതാണ് വക്കീൽ ചെയ്യേണ്ടത്. അവർ പ്രത്യേക വ്യക്തിക്ക് വിൽക്കാൻ പറഞ്ഞ അയാൾക്ക് വിൽക്കാവൂ, അല്ലെങ്കിൽ സ്വർണത്തിന് വിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന് വിൽക്കാവൂ, അല്ലെങ്കിൽ കോഴിക്കോട് വിൽപ്പിച്ച് വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വെച്ച് വിൽപ്പന നടത്താവൂ, റമദാൻ മാസത്തിൽ വിൽപ്പന എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാവൂ. അതിന് മുമ്പും പറ്റൂല, ശേഷവും പറ്റൂല. തലാഖിൻ്റെ കാര്യമാണെങ്കിൽ പോലും പറ്റില്ല. വെറുതെ ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെയാണോ പറഞ്ഞത്, ഒരു പ്രത്യേക കറതൊന്നും ഇല്ലാതെയാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, അനുസരിക്കണം. നോക്കൂ, ഫറഉൻ ലൂക്കാൽ ഒരാൾ പറഞ്ഞു ബിഇലി ശഖ്സി മുഅയ്യന്, നിശ്ചിത വ്യക്തിക്ക് നീ വിൽക്കുക എന്ന് പറഞ്ഞാൽ കസൈദിൻ ലം യബിഉ മിൻ ഗൈരിഹി, ലം യബിഉ ഗൈറഹു എന്നർത്ഥം, മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ല. വലോ വക്കീല സെയ്ദിൻ, സെയ്ദിൻ്റെ വക്കീലാണെങ്കിൽ പോലും സെയ്ദ് നിശ്ചിത വ്യക്തിക്ക് വിൽക്കണം എന്ന് പറഞ്ഞു, എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ല. അതിന് സെയ്ദിൻ്റെ വക്കീലിന് പോലും പറ്റില്ല. ഔ ബിശൈഇൻ മുഅയ്യനിൻ മിനൽ മാൽ, അല്ലെങ്കിൽ നിശ്ചിത നിർണയിത സ്വത്തിന് പകരം വിൽക്കണമെന്ന് വക്കാലത്താക്കിയാൽ കദ്ദീനാരി, സ്വർണ്ണ നാണയം പോലെ, ലം യബിഉ ബിതറാഹിമി, വെള്ളി നാണയത്തിന് വിൽക്കാൻ പറ്റില്ല. അല്ല മുഅ്തമദി, അതാണ് പ്രബലമായ അഭിപ്രായം. ഔ ഫി സമാനി മുഅയ്യനിൻ, നിശ്ചിത സമയത്ത് വിൽക്കണമെന്ന് പറഞ്ഞാൽ കശഹരി കഥ ഔ യൗമി കഥ തഅയ്യന ദാലിക, അത് തന്നെ നിർണിതമാണ്. ഫലാ യജൂസു ഖബ്ലഹു വലാ ബഅദഹു, അതിന് മുമ്പും പറ്റില്ല, ശേഷവും പറ്റില്ല. ലോഫി തലാഖി, തലാഖിൽ പോലും, തലാഖ് എല്ലാനാണ് പിന്നെ ഡിസംബറിൽ തലാഖെല്ലാം അക്കാലത്താക്കിയാൽ പിന്നെ അങ്ങോട്ട് വൈകാൻ പാടില്ല, അങ്ങോട്ട് മുന്നേക്കും വരാൻ പാടില്ല. വൈലം യതഅല്ലഖ് ബിഹി ഖറളുൻ, ഈ മുവക്കിൽ നിർണയിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം അതിനോട് ബന്ധിക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് പറ്റില്ല എന്ന് പറയാൻ കാരണം, അതിൻ്റെ കാരണമാണ് അമലം ബിൽ ഇതിന്, സമ്മതം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി. അതേസമയത്ത് സമയം നിർണ്ണയിക്കുന്നിടത്ത് മാറാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ജനുവരി തുടക്കമായാൽ എൻ്റെ ഭാര്യൻ്റെ കാര്യം എൻ്റെ കയ്യിലാണ്, എൻ്റെ ഭാര്യനെ തലാഖിലേക്കോ എന്ന് പറഞ്ഞു. ജനുവരി ആരംഭിച്ചാൽ പിന്നെ റേസു ഷെഹർ എന്ന് പറയാം, അവിടെ അങ്ങനെ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല. ജനുവരി വന്നിട്ട് തുടക്കം വന്ന് ജനുവരി ആരംഭിച്ചാൽ എന്ന് തന്നെ ആരംഭം എന്നതിന് ഉദ്ദേശിക്കുന്നതിനും പ്രത്യേകം കയ്ത്, ഒരു പ്രത്യേകം ഒരു നിബന്ധന കൊടുക്കാനൊന്നും ഉദ്ദേശമൊന്നെല്ലാം പറഞ്ഞത് എങ്കിൽ പിന്നെ ജനുവരി തുടങ്ങി പകുതിയായിട്ടും അവസാനമാകുമ്പോഴൊക്കെ തലാക്ക്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിൽ തലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ പിന്നെ ജനുവരി കഴിഞ്ഞിട്ടോ ജനുവരി മുമ്പോ പറ്റില്ല. അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫാറക്ക, എന്നാൽ ഈ സമയം നിർണ്ണയിച്ചെടുക്കുന്നിടത്ത് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഏത്? ഇദാ ജാ റസു ഷഹരി, മാസത്തിൻ്റെ തുടക്കം വന്നാൽ ഫഅംറു സൗജതി ബിയദിക, എൻ്റെ ഭാര്യൻ്റെ കാര്യം നിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിടത്ത് വലം യരിദ് തഖീദ ബിറസിഹി, മാസത്തിൻ്റെ തുടക്കം എന്ന് പ്രത്യേകം നിബന്ധന ഉദ്ദേശിച്ചിട്ടും ഇല്ലെങ്കിൽ ഫലഹു ഇഖാഉഹു ബഅദഹു, മാസം തുടങ്ങിയതിന് ശേഷവും അവന് തലാഖ്, ഭാര്യൻ്റെ കാര്യം സംഭവിപ്പിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞാലോ, വെള്ളിയാഴ്ച തലാഖ് ലീക്കോ എന്ന് പറഞ്ഞാലോ, അത് വെള്ളിയാഴ്ച പറ്റൂ. ഇനി വക്കാലത്താക്കിയപ്പോൾ പകൽ എന്ന് പറഞ്ഞാൽ രാത്രി പറ്റുമോ പറ്റില്ല എന്നൊരു ചർച്ചയും കൂടി ഉണ്ട്. പകലും രാത്രിയൊക്കെ ആ വിഷയത്തിൽ തുല്യമാണെങ്കിൽ രണ്ടും പറ്റും. പകൽ എന്ന് പറഞ്ഞാൽ രാത്രിയും പറ്റും. നോക്കൂ, ബിഖിലാഫി ത്വല്ലിഖ്ഹാ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച തലാഖ് ചെല്ലിക്കോ എന്ന് പറയുന്നത് പ്രകാരമല്ല. അവിടെ ഫൈനഹു യഖ്തദി ഹസ്റൽ ഫീലി ഫീഹി, അവിടെ പ്രവൃത്തി വെള്ളിയാഴ്ചയിൽ തന്നെ ചുരുങ്ങലിനെ തേടുന്നുണ്ട്. അത്
വെള്ളിയാഴ്ച തന്നെ ചെയ്യണം. ഇവന് കൈരി വെള്ളിയാഴ്ച അല്ലാതെ പറ്റില്ല. അതേ സമയത്ത് ഒരു ലൈലത്തുൽ യൗമി മിസ്ലുഹു, യൗമ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച യൗമുൽ ജുമാ എന്നല്ല പറഞ്ഞത്. ഇനി രാത്രിയും മിസ്ലുഹു, പകലിൻ ആ ദിവസത്തിൻ്റെ രാത്രിയും മിസ്ലുഹു ആ പകൽ പോലെ തന്നെയാണ്. ഇനിസ്തവർ റാഗിബൂന ഫീഹിമ, രാത്രിയിലും പകലിലുമുള്ള താല്പര്യക്കാർ തുല്യമാണെങ്കിൽ. അവസാനം വെള്ളിയാഴ്ച പകലിറ്റോ എന്ന് പറഞ്ഞു, രാത്രി കണക്ക് തന്നെയല്ലേ, രാത്രിയായിട്ട് വ്യത്യാസമൊന്നുമില്ലെങ്കിൽ രണ്ടും അതിലുള്ള താല്പര്യക്കാർ തുല്യമാണെങ്കിൽ. ചിലപ്പോൾ രാത്രി വില കൂടെങ്കിൽ പിന്നെ രാത്രി വിറ്റോ എന്ന് പറഞ്ഞാൽ പകൽ വെക്കാൻ പറ്റില്ല. വെള്ളിയാഴ്ച അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് നീ വിൽറ്റോ എന്നോ മറ്റോ വക്കാലത്താക്കിയാൽ ഏത് വെള്ളിയാഴ്ചയാണ്, ഏത് പെരുന്നാളാണ്? ആദ്യത്തെ വെള്ളിയാഴ്ച, ആദ്യത്തെ പെരുന്നാൾ. വലോ കാല യോമൽ ജുമാഅത്തി അവിൽ ഈദി എന്ന് പറഞ്ഞാൽ മസലൻ തായ്യന അവലു ജുമാഅത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ നിർണീതമാണ്, പിന്നെ പറ്റില്ല. ഔ ഈദിൻ എൽക്കാഹു, അല്ലെങ്കിൽ അവൻ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പെരുന്നാളും നിർണീതമാണ്. ആദ്യത്തെ കഴിഞ്ഞാൽ പിന്നെ അവസരമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥലം നിർണയിച്ചാൽ അവിടെ വിൽക്കാവൂ എന്ന്. കൊണ്ടോട്ടി അല്ലെങ്കിൽ കോഴിക്കോട് പോയി വിറ്റോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വിൽക്കാവൂ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾ മറ്റൊരു വില നിർണയിച്ച് തരാതിരിക്കുമ്പോഴാണ്. വില നിർണയിച്ചു, കോഴിക്കോട് പോയിട്ട് 1000-ന് വിറ്റോ എന്ന് പറഞ്ഞു, അത് പിന്നെ കൊണ്ടോട്ടി വിറ്റാൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വിൽക്കരുത് എന്ന് പറഞ്ഞു, അങ്ങനെ അല്ലെങ്കിലും ഓക്കെ. വൈനമായ തായ്യനുൽ മക്കാനോ, ഏൽപ്പിച്ച സ്ഥലം തന്നെ നിർണയമാകും, നിർബന്ധമാകും. ഇതാലം യുഖദ്ദിർ അസമന, വില കണക്കാക്കാതിരിക്കുമ്പോഴും. ഔ നഹാവു അൻ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റൊന്നിനെ തൊട്ട് അവൻ വിലക്കുകയും ചെയ്താൽ. അതൊക്കെ വില കണക്കാക്കിയില്ലാണെങ്കിൽ വേറെ സ്ഥലത്ത് വിൽക്കരുത് എന്ന് പറഞ്ഞ് വിലക്കി, അവിടെ വില കണക്കാക്കി കൊടുത്തിട്ടുണ്ട്, കൂട്ടത്തിൽ എന്തും പറഞ്ഞു, വേറെ സ്ഥലത്ത് വിൽക്കരുത് എന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ ആ സ്ഥലം തന്നെ പറ്റും. വൈല ജാസൽ ബയോഫിയായി, അങ്ങനെയല്ലെങ്കിൽ, അതായത് ഒരു സ്ഥലം നിർണയിച്ചു, വിലയും കണക്കാക്കി, വേറെ സ്ഥലത്ത് വിൽക്കാം. അല്ലെങ്കിൽ വില കണക്കാക്കി സ്ഥലം നിർണയിച്ചു, വില കണക്കാക്കിയിട്ടൊന്നുമില്ല, സ്ഥലം നിർണയിച്ചു, കൂട്ടത്തിൽ എന്ത് ചെയ്തു, വേറെ സ്ഥലത്ത് വിൽക്കരുത് എന്നും പറഞ്ഞു, അപ്പോൾ മറ്റൊരു സ്ഥലത്ത് വിൽക്കൽ പറ്റില്ല. ഓക്കെ. പിന്നെ ഈ വക്കീൽ, നമ്മൾ ആര്യത്ത് മറ്റെല്ലാ പാഠത്തിലും പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ അമീനാണോ ലാമീനാണോ, ഉത്തരവാദിത്തം ഉണ്ടോ അല്ല വിശ്വസ്തനാണോ എന്ന്. വിശ്വസ്തനാണെങ്കിൽ വരെ അതിനർത്ഥം എന്താ? നശിച്ച ഉത്തരവാദിയാവില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ സാധനം വായ്പ വാങ്ങിപ്പോയാൽ നിങ്ങൾ ലാമീനാണ്, അമീനല്ല. അത് നശിച്ചാൽ നിങ്ങൾ ഉത്തരവാദിയാണ്, എനിക്ക് പകരം തന്നോണം. പക്ഷേ വക്കീൽ അങ്ങനല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഞാൻ ആ വിഷയത്തിൽ എന്നെ വിശ്വസ്തനായിട്ട് നിങ്ങൾ കാണുകയും എന്തെങ്കിലുമൊക്കെ നഷ്ടമോ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവുന്നതുമല്ല. ബഹുവ വക്കീൽ വലോബി ജോലിൻ അതിന് പ്രതിഫലത്തിന് പണിയെടുക്കുന്ന ആളാണ് എങ്കിൽ പോലും അമീനും വിശ്വസ്തനാണ്. അവൻ്റെ വക്കീലിൻ്റെ കയ്യിന് പകരമാണ് അവൻ്റെ കയ്യിൽ നൃത്തം. അതൊക്കെ ഒരു നന്മൻ്റെ ഭാഗമാണല്ലോ വക്കാലത്ത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും നാശിച്ചാൽ ഉത്തരവാദിയാകുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഫലായൊന്നുമനു മാ തരീഫ ഫിയദിഹി, അവൻ്റെ കയ്യിൽ ആയിരിക്കെ നശിച്ചതിന് അവൻ ഉത്തരവാദിയാകൂല. എങ്ങനെ നശിച്ചു? ബിലാത്താദ്ദിൻ, അവൻ്റെ വീഴ്ചയില്ലാതെ. ഒയ്സദ്ദഖു ബിയമീനിഹി, അവനങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വാദം അംഗീകരിക്കപ്പെടുകയും ചെയ്യും, സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. ഫി ദാവത്ത് തലിഫി റദ്ദി അലൽ മുവക്കിൽ, നശിച്ചു എന്നുള്ള വാദം, അതുപോലെ ഞാൻ മുവക്കിലിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാദം. രണ്ടുപേരും തർക്കമായി, തിരിച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ നശിച്ചിട്ടില്ല. വക്കീൽ പറഞ്ഞ് നശിച്ചിട്ടൊന്നുമില്ല, എന്നെ വീട്ടിൽ തന്നെ ഉണ്ട്. വക്കീൽ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച ആ പൈസ തിരിച്ചു തന്നിട്ടുണ്ട്, വക്കീൽ പറയാൻ തിരിച്ചു തന്നിട്ടില്ല. ഈ തർക്കത്തിലൊക്കെ വക്കീലിനെയാണ് വാസ്തവമാക്കപ്പെടുക. ഈ തമനഹു, കാരണം അവൻ ആ കാര്യം ഏൽപ്പിക്കുമ്പോൾ അവനെ വിശ്വസിച്ചിരിക്കുകയാണ്, വിശ്വസിച്ചുകൊണ്ടാണ് ഏൽപ്പിച്ചത്. അപ്പം പിന്നെ അവൻ പറയുന്നത് കേൾക്കണ്ടേ. അതേസമയത്ത് മോക്കിനല്ലാത്തൊരാൾക്ക് തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ കേൾക്കണ്ട. മോക്കിലിന് തിരിച്ചു കൊടുത്തു എന്നുള്ള വാദത്തിൽ വക്കീലിനെയാണ് അംഗീകരിക്കുക. ബിഖിലാഫി റദ്ദിയാല ഗൈരിൽ മോക്കിലല്ലാത്തൊരാൾക്ക് തിരിച്ചു കൊടുത്തു എന്ന വാദം ഇപ്രകാരമല്ല. റസൂലിഹി, മോക്കിൻ്റെ ദൂതനോ, അവിടെ ഫൈസദ്ദഖു റസൂൽ ബിയമീനി, അവിടെ ദൂതൻ എന്താണോ പറയുന്നത് അതാണ് വാസ്തവമാക്കപ്പെടുക. അയാളെ സത്യം ചെയ്യിപ്പിക്കണം. ഞാൻ നിങ്ങളെ കടം വീട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കടം വീട്ടാൻ വിളിച്ചു, നിങ്ങൾ പറഞ്ഞു ഞാൻ കടം വീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കിട്ടാനുള്ള ആൾ പറഞ്ഞു തന്നിട്ടില്ല. എന്താ ചെയ്യുക?
അവിടെ കിട്ടാനുള്ള ആൾ പറയുന്ന അയാൾക്ക് മുസ്തഹിഖ് എന്നാണ് പറയാം. ഹക്ക് കിട്ടാനുള്ള ആൾ അയാളെ വാദമാണ് അംഗീകരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അയാൾ സത്യം ചെയ്യണം, വല്ലാഹി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് സത്യം ചെയ്യുക. എന്നിട്ട് മുവക്കിലിനോട് അഥവാ എന്നോട് അയാൾക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. വലു വക്കലഹു ബി ഖളായിദൈൻ, കടം വീട്ടാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കി. ഫക്കാൽ, അപ്പോൾ അയാൾ പറഞ്ഞു ഖളൈത്തുഹു, ഞാൻ വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വാങ്കൽ മുസ്തഹിഖു, എന്നാൽ കിട്ടാൻ അവകാശമുള്ള വ്യക്തി അത് നിഷേധിക്കുകയും ചെയ്താൽ ദഫഅഹു ഇലൈഹി, എന്ത് നിഷേധിച്ചു? ദഫഅഹു ഇലൈഹി, അവനിക്കത് നൽകിയിട്ടുണ്ട് എന്ന് നിഷേധിച്ചാൽ സുദ്ദിഖൽ മുസ്തഹിഖു, കിട്ടാനുള്ള വ്യക്തിയെ വാസ്തവമാക്കപ്പെടും. ബിയമീനിഹി, സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. വക്കീലിനല്ല, കൊടുത്തു എന്നുള്ളത് സ്വീകരിക്കില്ല, കിട്ടിയില്ല എന്ന് പറയുന്നത്. എന്നല്ല സ്നാദമുൽ ഖലായി, കാരണം അസ്ലതാണ് വീട്ടാതിരിക്കലാണ്. അപ്പോൾ ഹലീഫ്, അപ്പോൾ അവൻ സത്യം ചെയ്യണം. ഈ താലിബിൽ മുവക്കിലിനോട് ചോദിക്കണം, വക്കീലിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, മുവക്കിലിനോട് മാത്രം അവൻ ആവശ്യപ്പെടുകയും ചെയ്യാം. ഓക്കെ. ഫറോൻ ലോ ഖാല, ഒരാൾ പറഞ്ഞു ബിഅലി ശഖ്സി മുഅയ്യൻ, നിശ്ചിത വ്യക്തിക്ക് വിറ്റോ എന്ന് പറഞ്ഞാൽ കസൈദിൻ ലം യബി മിൻ ഗൈരിഹി, അവന് മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല. വലോ വക്കീല സെയ്ദിൻ, സെയ്ദിൻ്റെ വക്കീലാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല. ലിശഖ്സി മുഅയ്യനിൻ എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദ് എന്നൊക്കെ പറയുന്ന പോലെ നിശ്ചിത വ്യക്തിക്ക് വിറ്റോ എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ആൾക്ക് വിൽക്കാൻ പറ്റില്ല. ആ സെയ്ദിൻ്റെ വക്കീലിന് പോലും വിൽക്കാൻ പറ്റില്ല. സെയ്ദിന് വിൽക്കാന്ന് പറഞ്ഞാൽ സെയ്ദ് കാര്യങ്ങളൊക്കെ ഇടപാടൊക്കെ നടത്താൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിച്ചിട്ട് അയാൾക്ക് പോലും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഷെയ് മുഅയ്യൻ മിനൽ മാലി, അല്ലെങ്കിൽ നിശ്ചിത സമ്പത്തിന് വിൽറ്റോ എന്ന് പറഞ്ഞാൽ കദ്ദീനാരി ലമയബി തർഹായിമി അൽ മുഅ്തമദി ഒഫി മക്കാനി മുഅയ്യനിൻ തഅയ്യന, നിശ്ചയ സമയം പറഞ്ഞാൽ അത് നിർബന്ധമാണ്. സ്ഥലം പറഞ്ഞാൽ ഒഫി സമാനിൻ മുഅയ്യനിൻ കശഹരി കഥാ യോമി കഥാ തഅയ്യന ദാലിക ഫലാ ജൂസു ഖബ്ലഹു വലാ ബഅദഹു, അതിന് മുമ്പ് പറ്റില്ല, ശേഷം പറ്റില്ല. വലോഫി തലാഖി, തലാഖിൽ പോലും പറ്റില്ല. അതിലെ മെത്താലഖ് ബി ഖർദുൻ, അങ്ങനെ പ്രത്യേകം നിർണ്ണയിക്കുന്നത് കൊണ്ട് പ്രത്യേക ഉദ്ദേശമൊന്നും അതിനോട് ബന്ധിച്ചില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പറ്റാത്ത? അമലും ബില്ലിന് നൽകിയ സമ്മതം പ്രകാരം പ്രവർത്തിക്കൽ അനിവാര്യമായതിനു വേണ്ടി. അതേസമയത്ത് വഫാറക്ക, ഈ പറഞ്ഞത് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തിനോട്? ഈ പറഞ്ഞ വാക്കിനോട്. അവിടെ നിശ്ചയിച്ച തന്നെ വേണമെന്നില്ല. ഏത്? ഇതാ ജാ റസു ഷഹരി ഫംറു സൗജത്തി ബിയദിക്, മാസം ആരംഭിച്ചാൽ എൻ്റെ ഭാര്യൻ്റെ കാര്യം നിൻ്റെ കയ്യിലാണ് എന്ന് പറയുകയും അനം എഴുതി തക്കീത് ബെറസി, മാസം ആരംഭിക്കുക എന്നതിനോട് കൈത് കൊടുക്കാനോ പ്രത്യേക സമയം നിശ്ചയിക്കാനോ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, സാധാരണ വർത്താനാണ് ഒന്നാം മാസം വന്നാൽ എന്നുള്ളതൊക്കെ, മാസത്തിൻ്റെ ആരംഭം എന്ന റസ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ്. ഫലൂഹിഖാഹു ബാദു, അവിടെ അതിന് ശേഷവും അവന് അതിനെ സംഭവിക്കാവുന്നതാണ്. ഖിലാഫി, അതേസമയത്ത് ഇനി പറയുന്നത് അങ്ങനെയല്ല. ഇത് തൊല്ലിഖാ യൗമൽ ജുമുഅത്തി എന്നാൽ ഫൈനോ യഖ്തദി ഹസ്റൽ ഫീലി, അവിടെ പ്രവൃത്തി പരിമിതപ്പെടലിനെ തേടുന്നുണ്ട്. ഫീഹി, വെള്ളിയാഴ്ച തന്നെ, ദൂന ഗൈരിഹി. ഇനി യൗമുൽ ജുമുഅ എന്ന് പറയുമ്പോൾ ലൈലത്തുൽ യൗമി, ആ ദിവസത്തിൻ്റെ രാത്രി മിസ്ലഹു, പകൽ പോലെ തന്നെയാണ്. യൗമ് എന്ന് പറഞ്ഞാൽ ആ പകലിൻ്റെ രാത്രിയും അതുപോലെ തന്നെയാണ്. ഇനിസ്തവർ റാഗിബൂന ഫീമ, രണ്ടിലുമുള്ള താല്പര്യക്കാർ തുല്യമാണെങ്കിൽ. വലോക്കാല, ഇനി ഒരാൾ പറഞ്ഞു യൗമുൽ ജുമുഅത്തി അവിൽ ഈദി എന്നൊക്കെ പറഞ്ഞാൽ തഅയ്യന അബ്ബുൽ ജുമുഅത്തിൻ്റെ ഈദി എൽക്കാഹു, ആദ്യത്തെ ജുമുഅ, ആദ്യത്തെ പെരുന്നാൾ, എൽക്കാഹു അവൻ അഭിമുഖീകരിക്കുന്ന അതന്നെ. വൈന്നമായ തഅയ്യനുൽ മക്കാനും, നേരത്തെ പറഞ്ഞ മസലയിൽ ഒരു വിശദീകരണം. സ്ഥലം നിർണ്ണയിച്ചാൽ ആ സ്ഥലം തന്നെ നിർബന്ധമാകും. ഇതാലും യുഖദ്ദിർ സമന, വില കണക്കാക്കിയിട്ടില്ലെങ്കിൽ. ഔ നഹാവു എന്ന ഗൈരിഹി, അല്ലെങ്കിൽ വില കണക്കാക്കിയിട്ടൊന്നുമില്ല, മറ്റൊരു സ്ഥലത്ത് വില കണക്കാക്കിയിട്ടുണ്ട്, പക്ഷെ മറ്റൊരു സ്ഥലത്ത് വിൽക്കുന്നത് അവൻ തടയുകയും ചെയ്താൽ മാത്രമേ പറഞ്ഞ സ്ഥലം നിർബന്ധമുള്ളൂ. ഇല്ല, അങ്ങനെയെങ്കിലും ജാസം യൂഫി, മറ്റൊരു സ്ഥലത്ത് വിൽക്കൽ അനുവദനീയമാണ്. വഹുവർ വക്കീൽ വലോ ബിജ്വാലൻ, ഇനി പ്രതിഫലത്തിന് പണിയെടുക്കുന്ന ആളാണെങ്കിൽ പോലും വിശ്വസ്തനാണ്. ഫലായുമനുമാത്തലിഫ ഫിയദിഹി, അവൻ്റെ കയ്യിൽ നശിച്ചതിന് അവൻ ഉത്തരവാദിയാവില്ല. വിലാത്തഅദ്ദിൻ, അവൻ്റെ വീഴ്ചയില്ലാതെ. വിസദ്ദഖ ബിയമീനിഹി ഫി ദഅവത്ത് തൽഫി വറദ്ദി അലൽ മുവക്കിൽ, തർക്കം വന്നാൽ മുവക്കിലിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ നശിച്ചിട്ടുണ്ടോ എന്ന വാദത്തിൽ തർക്കം വന്നാൽ വക്കീലിനെയാണ് വാസ്തവമാക്കപ്പെടുക. ലിഅന്നഹു ഇത്തമനഹു, കാരണം അവനെ വിശ്വസിച്ചിരിക്കുകയാണല്ലോ, വിശ്വസിച്ചാണല്ലോ ഏൽപ്പിച്ചത്. ബിഖിലാഫ് റദിയാല, മുവക്കിലല്ലാത്തയാൾക്ക് തിരിച്ചു കൊടുത്തു എന്ന വാദം ഇതുപോലെയല്ല. റസൂലിഹി, മുവക്കിലിൻ്റെ റസൂലിന്, ദൂതന് അല്ലെങ്കിൽ മക്കൾക്ക്, ഭാര്യയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ യുസദ്ദഖു റസൂലു ബിയമീൻ, അവിടെ ദൂതൻ പറയുന്നതാണ് വാസ്തവമാക്കപ്പെടുക. സത്യം ഏൽപ്പിക്കണം കോടതിയിൽ.
വല വക്കലോബി ഖലായി ദീനി വക്കാല ഖലൈതുഹു, കടം വീട്ടാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കി, അയാൾ പറഞ്ഞു ഞാൻ വീട്ടിക്കണെന്ന്. പക്ഷേ അങ്കറൽ മുസ്തഹിഖു ദഫ്അഹു ഇലൈഹി, കിട്ടാനുള്ള അയാൾക്ക് നൽകി എന്നതിനെ നിഷേധിച്ചു. അങ്കറ നിഷേധിച്ചു, ദഫ്അഹു നൽകി എന്നതിനെ, കൊടുത്തു എന്നതിനെ അയാൾക്ക് നൽകി എന്നതിന് നിഷേധിച്ചാൽ സുദ്ദഖൽ മുസ്തഹിഖ് ബിയമീനി, അവിടെ അവകാശിയാണ് വാസ്തവമാക്കപ്പെടുക. കാരണം വീട്ടാതിരിക്കലാണ് അസുലെ. അപ്പോൾ അയാൾ സത്യം ചെയ്യണം, മുസ്തഹിഖ് സത്യം ചെയ്യണം. എന്നിട്ട് കിട്ടിയിട്ടില്ല എന്ന് കോടതി വിധിക്കും, മോക്കിൽ കൊടുക്കുകയും വേണം. അയാൾ മോക്കിലിനോട് ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ പരിധി വിടാത്ത രീതിയിലുള്ള നശിക്കലാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇനി പരിധി വിട്ടാലോ, ഫൈൻ താഴ്ദാമിന, പരിധി വിട്ടാൽ ഫൈൻ താഴ്ദ റക്കിബദ്ദാബത്ത, വാഹനം കയറി, വലൈസ സൗബ, വസ്ത്രം ധരിച്ചു, താദ്യൻ, പരിധി വിട്ടുകൊണ്ട്, നിയമപ്രകാരമല്ലാതെ, അനുവാദമില്ലാതെ, ലമിന, ഉത്തരവാദിയാകും. കസായിലുമനായി, മറ്റ് ഉമനാക്കളെ, എല്ലാ ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഓക്കെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ.